ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ കാണുന്ന സ്ഥലം പാലക്കാട് ജില്ലയിലെ കൊടുമ്പ് ഭാഗത്തെ പാലക്കാട് നിന്നും ചിറ്റൂർ പോകുന്ന വഴിക്കുള്ള കൊടുമ്പ് ഭാഗത്തെ ഒരു ബ്രിട്ടീഷ് പാലമാണ്. ഇത് ബ്രിട്ടീഷ് പാലം എന്നറിയപ്പെടുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ബ്രിട്ടീഷ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം നിർമ്മിച്ച പാലമാണ്. പക്ഷേ എങ്കിലും ഇതിനൊരു ഒരു പുരാതന ശൈലിയുണ്ട്. ആ കറുപ്പ് കളർ അതന്നെ ഇതിനൊരു പ്രാചീനമായ ഒരു ഭംഗി, ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഈ പാലത്തിന്. ഇത് ഒരു അക്വാഡക്റ്റ് പാലമാണ്, അതായത് ജലസേചനത്തിന് വേണ്ടി ചെയ്ത ഒരു പാലം തന്നെയാണ്. പക്ഷേ മുകളിലൂടെ ഒരു കാർ പോകാനുള്ള വീതി ഉണ്ട്. അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു കനാൽ തന്നെയാണ്. വളരെ മനോഹരമായ ഒരു വ്യൂ, നല്ല ഒരു പ്രവേശന കവാടം തന്നെയാണ്. ഇപ്പോൾ നല്ല ഒരു പ്ലേസ് മേക്കിംഗ് ആയി രൂപപ്പെടുത്തിയെടുക്കുക. ഒരു നൈറ്റ് ലൈഫിനൊക്കെ ഒരു നല്ല പ്രദേശമാണ്. കാണുന്നതിൻ്റെ നല്ല ഒരു ആംബിയൻസ്, നല്ല ഒരു മനോഹരമായ പ്രദേശം അല്ലേ? നിങ്ങൾക്കെന്താ അഭിപ്രായം? എന്തായാലും അറിയിക്കണേ. ഒരു കാറ് പോകാനുള്ള വീതി ഈ ഭാഗത്തുണ്ട്. ഇതിന് അടിയിലൂടെയും വെള്ളം പോകുന്നുണ്ട്. ഇവിടുത്തെ കുറച്ച് വീഡിയോ ഫേഡായി തോന്നുന്നു, എന്താ കാരണമെന്നറിയില്ല. പിന്നീട് ശരിയാവുന്നുണ്ട്. ഒന്ന് ക്ഷമിക്കണമേ. ഇതുപോലുള്ള സ്ഥലങ്ങളെ ഒരു പ്ലേസ് മേക്കിംഗ് ആക്കി രൂപപ്പെടുത്തിയെടുത്തത് നല്ല ഒരു ക്രിയേറ്റീവ് പ്ലേസ് മേക്കിംഗ്. ആളുകൾക്ക് വന്നിരിക്കാനും സമയം ചിലവഴിക്കാനും ലഭിക്കാനുമുള്ള ഒരു ഇടമായി ഇതുപോലുള്ള പ്രദേശത്തെ വളർത്തിയെടുക്കുകയാണ് ഇനിയുള്ള കാലത്ത് ചെയ്യേണ്ടത്. നല്ല ഒരു ആംബിയൻസ്, നല്ല ഒരു ക്രിയേറ്റീവ് ആണ് ഈ പാലം. ഇത് യാക്കരപ്പുഴയിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്, ഭാരതപ്പുഴയിൽ. ഇവിടെ മഴക്കാലത്തും ഈ പുഴയിൽ വെള്ളം കൂടുതലൊന്നും ഉണ്ടാവില്ല. സാധാരണ നിലയിലുള്ള വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ വെള്ളത്തിന് ഒഴുക്ക് വളരെ കുറവാണ്. ഈ കനാൽ പോകുന്നത് കിണാശ്ശേരി വഴി, തസ്രാക്ക് വഴി, അങ്ങനെ കിണാശ്ശേരി വഴി പോകുന്നു. അങ്ങനെ കൊടുവായി വഴി എത്തുന്നു ഈ കനാൽ. വളരെ മനോഹരമായ ഒരു പ്രദേശം തന്നെയാണിത്. DTPCയുടെ ആഭിമുഖ്യത്തിൽ ഇവിടേക്ക് നല്ലൊരു പ്ലാനിങ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നുകൂടെ കൂടുതൽ ആളുകൾ വരികയും സമയം ചെലവഴിക്കുകയും കൂടുതൽ പേർക്ക് ജോലി, എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയായി ഞാൻ ഇവിടെ ഈ സ്ഥലത്തെ കാണുന്നു. നോക്കൂ, എത്ര മനോഹരമായ ഒരു പ്രദേശം, എത്ര വീതിയുള്ള കിണർ, എത്ര മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. നല്ല വീതി തന്നെ വെള്ളം പോകുന്നു. ഇതുപോലുള്ള ഈ സ്ഥലത്ത് ഒന്നുകൂടെ ബ്യൂട്ടിഫൈ, ഓരോ നമ്മുടെ യൂറോപ്പിലെ സ്വിറ്റ്സർലാൻഡിലേക്ക് കനാൽ കണ്ടിട്ടുണ്ടോ? ഇതുപോലുള്ള കനാലാണ്. അവിടെ കനാൽ ഓരങ്ങൾ വളരെ സുന്ദരമായി പരിരക്ഷിച്ച് നല്ല മരങ്ങൾ നട്ടു വളർത്തി അതിന് താഴെ നല്ല പച്ച പുൽത്തകിടി വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? കുറേ മരങ്ങൾ നടന്നു, ഒരു രൂപവുമില്ല, ഒരു ഷേപ്പും ഇല്ല. അതിൻ്റെ വയറുകൾ കാട് പിടിച്ച് കിടക്കുന്നു. ഒരു പരിപാലനമില്ല, ഒരു വൃത്തിയാക്കലുമില്ല. ഒക്കെ സ്വാഭാവിക രീതിയിൽ വന്ന് വളരണം, അത്രമാത്രം. നമ്മുടെ മിക്ക കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്, ഒരു പ്ലാനിങ് ഇല്ല, അങ്ങനെ പോകുന്നു. അത്യാവശ്യം നല്ല വീതിയുള്ള കനാൽ തന്നെയാണിത്. ഇവിടേക്ക് വന്ന് 1-2 മണിക്കൂർ വരെ ഇരിക്കാനുള്ള സമയം, നല്ല ഒരു ആംബിയൻസ് ഇവിടെയുണ്ട്. ഈ റോഡൊന്ന് പുതുക്കിപ്പണി നല്ല കട്ട വെച്ച് നല്ല ആംബിയൻസ് ആക്കി രൂപപ്പെടുത്തിയെടുക്കുകയാണെങ്കിൽ വളരെയധികം മനോഹരമായിരിക്കും. അത് ഈ ജില്ലയ്ക്ക് തന്നെ കൂടുതൽ നേട്ടമാകും. അതുവഴി കൂടുതൽ ആളുകൾക്ക് ജോലി ലഭിക്കുകയും വരുമാനം ഉണ്ടാകുകയും എല്ലാം ചെയ്യും. ഇത് പാലത്തിൻ്റെ അടിവശമാണ്.
ഒരു എന്ത് തന്നെയായാലും ഒരു പുരാതന ശൈലി തന്നെയുണ്ട് ഈ പാലം തന്നെ. കരിങ്കൽ കൊണ്ട് മാത്രം നിർമ്മിച്ച ഒരു പുരാതന ശൈലിയുള്ള ഒരു പാലം. ഇതിന്റെ താഴേക്ക് മണലില്ലാതെ ഈ പ്രദേശങ്ങളായ കാട് പിടിച്ചു കിടക്കുകയാണ്. ഞാൻ ഇത് ഷൂട്ട് ചെയ്തത് ഏകദേശം ഒരു 3 മണി സമയത്താണ്. നല്ല ഉച്ച വെയിലുള്ള സമയത്താണ്. അതും ചെറിയ ചൂടിൻ്റെ ആ ഒരു പ്രതീതിയുണ്ട്. നോക്ക് എത്ര മനോഹരമായ വെള്ളമൃഗം. ഇതൊക്കെ നോക്കി നിൽക്കുന്നതിന് എന്തൊരു ഭംഗി തന്നെയാണ്. ഇതുപോലെ പ്രദേശങ്ങളെ വികസിപ്പിച്ചിട്ട് അവിടെ കൂടുതൽ ഭംഗിയാക്കിയ ആളുകളെ വരുത്തുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. ഓരോ കാഴ്ച ഒന്നിനൊന്ന് മനോഹരം. നമ്മൾ ഇനി എന്തിനു വൈകണം? ഇനി ആർക്ക് വേണ്ടി വൈകണം? ഇപ്പോഴും മനസ്സിലാകുന്നില്ല. എന്നൊരു കാലത്ത് വേണ്ടി നമ്മളെ കാത്തിരിക്കുന്നത് എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഇരിപ്പ്. നമ്മൾ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. പല സ്ഥലങ്ങൾ, ഇതുപോലുള്ള കുറേ സ്ഥലങ്ങൾ നമുക്ക് പാലക്കാട് ജില്ലയിൽ അധിക സ്ഥലങ്ങളുണ്ട്. ഞാൻ കുറേയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കുറേ അധികം ഷൂട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ചൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും കാണണമേ. അഭിപ്രായം എന്തെങ്കിലും പറയണമേ. പറയുമെന്ന് വിചാരിക്കുന്നു. അതിലുള്ള ഓരോ സ്ഥലങ്ങൾ വികസിപ്പിച്ചെടുക്കുകയാണ് ഇനിയുള്ള കാലത്ത് നമ്മൾ ചെയ്യേണ്ടത്. രാത്രി ലൈറ്റൊക്കെ ഈ പാലത്തിനിടയിൽ ലൈറ്റൊക്കെ ഇടുകയാണെങ്കിൽ പാലത്തിന് മുകളിലും വാക്കിംഗ്, അതിന് അടുത്തുള്ള പ്രദേശങ്ങളിൽ നല്ല ഒരു മൈതാനം പോലെ ഒരു ഗാർഡൻ ചെയർ, പുൽത്തകിരി, വേസ്റ്റ് ബിൻ, ഇരിപ്പിടങ്ങൾ, വിളക്കുകാലുകൾ എല്ലാം വയ്ക്കുകയാണെങ്കിൽ വളരെ മനോഹരമായി തന്നെ ഈ സ്ഥലം എന്നും നിലനിൽക്കും. ഇത് അങ്ങനെ പ്ലേസ് മേക്കിംഗ് ആയി രൂപപ്പെടുത്തിയാൽ മാത്രം പോരാ, ഇത് എന്നും ദിവസവും പരിപാലിക്കുന്ന ഒരു ടീമും കൂടെ ഇവിടെ ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിന് ഒരു നല്ല നേട്ടം കൈവരികയുള്ളൂ. ഇതിപ്പോൾ നല്ല വേനൽക്കാലമായതിനാൽ വെള്ളം തീരെ കുറവാണ്. എങ്കിലും അവിടെ കുറച്ച് വെള്ളം കാണുന്നുണ്ട്. എങ്കിൽ ഈ പുഴ അത്രയും സാധാരണഗതിയിലും വെള്ളം അധികം കൂടുതൽ ഒഴുകാത്ത പുഴയാണ് യാക്കരപ്പുഴ. ഇതിനപ്പുറത്താണ് യാക്കര ഹൈവേ. അതിനപ്പുറത്ത് സാധാരണ പാലം, അതിനപ്പുറത്ത് വേറൊരു പാലമുണ്ട്. ഈ പുഴയിൽ ഇവിടെ 4 പാലം തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വഴിയോര യാത്രക്കാർക്കും ആ സ്ഥലത്തെ പ്രദേശവാസികൾക്കും ഇതുപോലുള്ള സ്ഥലങ്ങൾ കൂടുതൽ തന്നെ ഗുണകരമാണ് വൃത്തിയാക്കുകയാണെങ്കിൽ. ഓരോ സ്ഥലവും വൃത്തിയാക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ ഇനിയും ഏറെയധികം പഠിക്കേണ്ടിയിരിക്കുന്നു. ഈ കയറുന്ന സ്റ്റെപ്പുകൾ തന്നെ ഏറ്റവും മോശമായ രീതിയിൽ, ഒരു വീതിയില്ല, ഒരു സേഫ്റ്റി ഇല്ല, ഒരു സുരക്ഷയൊന്നുമില്ല. ചെറിയൊരു വീതിയിൽ വെയിലാവുന്ന ആ രീതി തന്നെയാണ്. അത്രയ്ക്ക് വീതിയുള്ളൂ. ഭയങ്കര അപകടമായാണ് ഇവിടെ ഇറങ്ങാനും കയറാനും. നമുക്ക് എത്ര മനോഹരമായ കാഴ്ച. കുറച്ച് ഉച്ചസമയമായതുകൊണ്ട് കുറച്ചധികം ആളുകൾ കാണാനുണ്ട്. ഒരു 5 മണി സമയത്താണ് കൂടുതൽ ആളുകൾ ഇവിടെ വന്ന് സമയം ചെലവഴിക്കാറുണ്ട്. നല്ല കാറ്റാണ് പ്രത്യേകിച്ച് ഈ ഭാഗത്ത്. ഇത് ചെറിയൊരു നടപ്പാതയാണ്. കുടുംബങ്ങളും കുട്ടികളും വന്ന് ഇരിക്കാനുള്ള ഒരു പ്രദേശമായി ഇതിനൊക്കെ വളർത്തിയെടുക്കുകയാണെങ്കിൽ തന്നെ മെച്ചമാകും. പാലക്കാട് ജില്ലയിലെ പല ഭാഗത്തും ഇതുപോലെ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഓരോ പ്രദേശത്തും അതിന് അനുസൃതമായ രീതിയിൽ നമ്മൾ ഇനിയും വളർത്തിയെടുക്കേണ്ടതാണ്. അത് കുന്നുകളായാലും മലകളായാലും പാടങ്ങളായാലും
അരുവികൾ, പാലങ്ങൾ, ചെറിയ തോടുകൾ, കനാലുകൾ, ഇതൊക്കെ അതിന് സ്വാഭാവിക രീതിയിൽ അവിടുത്തെ ആ പ്രകൃതിക്കനുസരിച്ച് സൗന്ദര്യവൽക്കരിച്ച് വൃത്തിയാക്കുക. സ്വാഭാവിക രീതിയിൽ മാത്രം മതി. അത് ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെയധികം മനോഹരമാണ്. അത് പരിപാലിക്കുന്ന ടീം തന്നെ ഉണ്ടെങ്കിൽ എത്രയോ 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 മനോഹരമാണ്. ഇവിടേക്ക് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി, ഇവിടേക്ക് രാത്രി വിളക്കുകൾ കത്തുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ എത്ര മനോഹരമായിരിക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് അതുപോലെ കാണാൻ കഴിയുമോ എന്ന് തന്നെ പറയാം. കഴിയില്ല എന്ന് ഇവിടെ മിക്കവാറും ചാൻസ് ഇല്ലെങ്കിലും അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ട്. പക്ഷെ നമ്മൾ അതിന് ആ സാഹചര്യത്തിൽ നമ്മൾ എത്തണം. ആ തീരുമാനത്തിൽ ഇവിടെ അങ്ങനെ ആക്കിയെടുക്കാൻ പറ്റുമെന്ന് തീരുമാനത്തിൽ നമ്മൾ എത്തണം. നോക്കി എന്തൊരു വീതിയുള്ള കനാൽ, എത്ര മനോഹരമായ കനാൽ, എത്രയും പെട്ടെന്ന് അങ്ങനെ